നമസ്കാരം. ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ മണിക്കൂറിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. നാടിനാകെ പൊതുഭീഷണിയായി ഉയരുകയാണ് സ്വകാര്യ ബസ്സുകളുടെ മരണപ്പാച്ചിൽ. കോഴിക്കോട് പേരാമ്പ്രയിൽ അമിത വേഗത്തിലെത്തിയ ബസ് ഇടിച്ച് യുവാവ് മരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. ഇന്ന് കണ്ണൂരിലെ സമാനമായ സ്വകാര്യ ബസിന്റെ മരണപ്പാച്ചിലിൽ വിദ്യാർത്ഥിയുടെ ജീവൻ പൊലിഞ്ഞു. സംഭവത്തിൽ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞാണ് ഇന്ന് യുവജന സംഘടനകൾ കോഴിക്കോട്ട് പ്രതിഷേധിച്ചത്. കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിലുണ്ടായ വാഹനാപകടത്തിലാണ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. ഒമേഗ എന്ന സ്വകാര്യ ബസ് ഇടിച്ച് മരുതോങ്കര സ്വദേശി അബ്ദുൽ ജവാദാണ് മരിച്ചത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. പേരാമ്പ്ര കക്കാട് ഭാഗത്ത് വെച്ചുണ്ടായ അപകടത്തിലാണ് 19-കാരനായ അബ്ദുൽ ജവാദ് മരിച്ചത്. സ്വകാര്യ ബസ് ഒമേഗ സ്കൂട്ടറിൽ ഇടിച്ചായിരുന്നു അപകടം. അമിത വേഗതയാണ് അപകടത്തിനിടയാക്കിയത്. സ്കൂട്ടറിൽ നിന്ന് വീണ ജവാദിന്റെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി തൽക്ഷണം മരിച്ചു. സംഭവത്തിൽ പ്രതിഷേധവുമായെത്തിയ UDYF പ്രവർത്തകർ പോലീസ് ജീപ്പിന് റീത്തുവെക്കാൻ ശ്രമിച്ചു. തുടർന്ന് റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് സ്വകാര്യ ബസ്സിൽ കൊണ്ടുപോകാൻ പോലീസിന്റെ ശ്രമം. ഇതോടെ സ്ഥലത്ത് സംഘർഷം. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇന്നലെ ഒരു കുട്ടി മരിച്ചു. അതിന് 2 മാസം മുമ്പ് ഡിഗ്നിറ്റി കോളേജിലെ മറ്റൊരു വിദ്യാർത്ഥി മരിച്ചു. ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് മറ്റൊരു കൂട്ടാളിടക്കാരിയായ ഒരു സ്ത്രീ മരിച്ചു. ഇങ്ങനെ മറ്റൊരു റൂട്ടിലും ആവർത്തിക്കപ്പെടാത്ത രീതിയിൽ അപകടങ്ങൾ സംഭവിക്കുന്നതിൻ്റെ പിന്നിൽ ഉത്തരവാദി ഈ സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിനെതിരെ നടപടിയെടുക്കണം. നടപടിയില്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട ഓഫീസുകൾ കയ്യേറിക്കൊണ്ടുള്ള സമരങ്ങൾക്ക് UDYFന്റെ യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ തയ്യാറാവും. പിന്നീട് പോലീസ് ജീപ്പ് എത്തിയാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ഈ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് കണ്ണൂർ താണയിലും സമാന അപകടം. കണ്ണോത്തുംചാൽ സ്വദേശി 19-കാരനായ ദേവാനന്ദാണ് മരിച്ചത്. കണ്ണൂർ കൂത്തുപറമ്പ് റൂട്ടിലോടുന്ന അശ്വതി ബസാണ് വിദ്യാർത്ഥിയെ ഇടിച്ചത്. അപകടത്തിന്റെ ദൃശ്യം 24-ന് ലഭിച്ചു. അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങളിൽ ആശങ്കയിലാണ് യാത്രക്കാർ. കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചതോടെ KSRTC അധിക സർവീസ് നടത്തുന്നുണ്ട്. അപകടങ്ങളും അപകടമരണങ്ങളും തുടർക്കഥയാവുകയാണ്. ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടി ഉണ്ടായേ മതിയാകൂ. പേരാമ്പ്രയിൽ നിന്ന് അനൂപിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. സ്വകാര്യ ബസ്സുകൾ ഉണ്ടാക്കിയ അപകടങ്ങൾ എണ്ണി പറയുകയാണ്. മരണപ്പാച്ചിൽ ഇനിയും അവസാനിപ്പിച്ചില്ലെങ്കിൽ ജീവൻ പൊലിയുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അധികൃതർ ഉടനടി ഇടപെടേണ്ടത് ആവശ്യമാണെന്ന് നാട്ടുകാർ ഉന്നയിക്കുന്നു. കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്. സ്ഥിരം സംഭവമാണ്. ഈ റൂട്ടിൽ നേരത്തെ ഉണ്ടായതുപോലെയല്ല ദിവസേന ആക്സിഡൻറ്റുകൾ നടക്കുന്നത്. 1, 2, 3 ആക്സിഡൻറ്റുകളല്ല, ഒരു ദിവസം തന്നെ 2, 3, 4, 5 ആക്സിഡൻറ്റുകൾ നടക്കുക. ഇത് ബസ്സിലെ ജീവനക്കാർ ഒരു മാഫിയ സംഘമായി പ്രവർത്തിക്കുകയാണ് നിരന്തരമായി. കാരണം മരണം മാത്രമല്ല, അനവധി പേര് അംഗവൈകല്യം കൊണ്ട് കാല് നഷ്ടപ്പെട്ടവരുണ്ട്, അനവധിയായ പരിക്ക് പറ്റിയ ആളുകളുണ്ട്. ഇത് സ്ഥിരം ഒരു സംഭവമായി മാറുകയാണ്. ഇതിനൊരു അറുതി വന്നേ തീരൂ. അതുപോലെ തന്നെ ബസ് കൈകാര്യം ചെയ്യുന്ന തൊഴിലാളികളെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചില ക്രിമിനലുകളുണ്ട്. ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ചില ആളുകളാണ് ഇപ്പോൾ ബസ് ലീസിനെടുത്ത് നടത്തുന്ന ഒരു പ്രവണത. അങ്ങനെ ഏകദേശം 10-25ഓളം ബസ്സുകൾ ഈ റൂട്ടിൽ ഓടുന്നുണ്ട്. വിവിധ ജനകീയ വിഷയങ്ങൾ ഉന്നയിച്ച പല സമരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരം സമരങ്ങളിൽ നിന്ന് ആംബുലൻസ് പോലുള്ള അവശ്യ സേവനങ്ങളെ ഒഴിവാക്കാറുമുണ്ട്. എന്നാൽ ഇന്ന് തിരുവനന്തപുരത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് രോഗി മരിച്ചു. വിതുര മണലി സ്വദേശി ബിനുവാണ് ആംബുലൻസ് തടഞ്ഞുള്ള പ്രതിഷേധത്തിൽ ചികിത്സ വൈകി മരിച്ചത്. രോഗിയെ ആംബുലൻസിലേക്ക് മാറ്റുന്നതിന് മുൻപ് 5 മിനിറ്റ് മാത്രമാണ് പ്രതിഷേധിച്ചതെന്നാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ന്യായീകരണം. വിതുര താലൂക്ക് ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ
ബിനുവിന്റെ ജീവൻ തിരിച്ചുപിടിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഡോക്ടർമാർ നിൽക്കുമ്പോഴായിരുന്നു പുറത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം. ആംബുലൻസ് തടഞ്ഞുള്ള പ്രതിഷേധം 5 മിനിറ്റ് മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്നാണ് ഇതിന് കോൺഗ്രസ്കാർ പറയുന്ന ന്യായീകരണം. ആത്മഹത്യക്ക് ശ്രമിച്ച ബിനുവിനെ ഉച്ചയോടെ വിതുര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസിലേക്ക് മാറ്റാൻ ശ്രമിക്കുമ്പോഴായിരുന്നു കോൺഗ്രസിന്റെ പ്രതിഷേധം. രോഗിയെ കയറ്റാൻ സമ്മതിക്കാതെ 20 മിനിറ്റോളം ആംബുലൻസ് തടഞ്ഞു നിർത്തി പ്രതിഷേധിച്ചു എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. പ്രതിഷേധങ്ങളെല്ലാം കഴിഞ്ഞ് ബിനുവിനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. പിന്നാലെ ബിനു മരിച്ചു. ഞങ്ങൾ 108 കസ്റ്റമർ കെയർ വിളിച്ച് 108 വന്ന് കയറ്റാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് ഒരു പ്രവർത്തകർ വന്ന് തടഞ്ഞ് പോകാൻ പറ്റത്തില്ല, വണ്ടിക്ക് ടയറില്ല, ഇൻഷുറൻസ് ഇല്ല, ആരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഒരു 10-20 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ പ്രൈവറ്റ് ആംബുലൻസ് വിളിക്കാൻ വേണ്ടി നോക്കി. പിന്നെ ഡോക്ടർ ഒരുവിധമൊക്കെ പറഞ്ഞ് സമ്മതിച്ച് ഞങ്ങളിപ്പോൾ വണ്ടിയിൽ കയറ്റി വിട്ടത്. ഇവിടെ വന്നപ്പോൾ ഒരു കാഷ്വാലിറ്റി കയറ്റി ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ രോഗി മരിച്ചായിരുന്നു. അപ്പോൾ അവർ ഇവിടുത്തെ ഡോക്ടറും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് മുമ്പ് നിങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒന്ന് നോക്കാണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ ഒരു 10-15 മിനിറ്റ് മുമ്പ് എത്തിയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ജീവൻ പിടിച്ചു നിർത്താൻ പറ്റുമായിരുന്നു, ഏകദേശം പിടിച്ചു നിർത്താൻ പറ്റുമായിരുന്നു. പക്ഷെ അവർ ഈ സമ്മതിക്കാത്തൊരു കാരണമാണ് ഈ എൻ്റെ ചേട്ടൻ മരിക്കാൻ കാരണമായത്. ക്രിട്ടിക്കൽ സ്റ്റേജ് എന്ന് പറഞ്ഞതുകൊണ്ട് അവിടുത്തെ മെഡിക്കൽ ഓഫീസർ അടിയന്തരമായി മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. അവിടെ നിന്നും 108 ആംബുലൻസ് വിളിച്ച് ഏതാനും കോൺഗ്രസിൻ്റെ പ്രവർത്തകർ വന്ന് ആംബുലൻസ് തടഞ്ഞു നിർത്തി അവരെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഒരു അരമണിക്കൂറോളം ഇതിൻ്റെ അവിടെ തടഞ്ഞു നിർത്തി. അതിനുശേഷം ആ 108 ആംബുലൻസിൽ തന്നെ ഇവിടെ മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ഇവിടെ കൊണ്ട് എത്തിക്കുമ്പോൾ പറയുന്നത് നിങ്ങൾ അരമണിക്കൂർ മുമ്പ് ഇവിടെ എത്തിച്ചിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാനായിരുന്നു കഴിയുമായിരുന്നു. ആശുപത്രി അധികൃതർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വിതുര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കുറ്റക്കാർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് മന്ത്രി OR കേളു. ഈ സമരം ഇയാളെ മരണത്തിനൊരു ഇടയാക്കി എന്നുള്ളതും ഒരു ശരി തന്നെയാണ്. ഈ ബന്ധുക്കൾക്ക് പരാതി ഉണ്ടാവണം. രണ്ടാമത് ഈ നോക്കിയ ഡോക്ടർമാരുടെ ഒരു രേഖാമൂലമുള്ള റിപ്പോർട്ട്, അത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ലഭിക്കുന്ന മുറയ്ക്ക് ഒരു നിയമ നടപടി തന്നെ സ്വീകരിക്കേണ്ടതായിട്ട് വരും. ഒരു നീതികേട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് നടപടി സ്വീകരിക്കണമല്ലോ. ആ കാര്യങ്ങൾ ഗവൺമെന്റ് പരിശോധിക്കും, വകുപ്പ് പരിശോധിക്കും. ആംബുലൻസിന്റെ കാലപ്പഴക്കവും ഇൻഷുറൻസ് തീർന്നതും ആരോപിച്ചായിരുന്നു കോൺഗ്രസ് വിതുര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. 5 മിനിറ്റ് മാത്രമേ പ്രതിഷേധിച്ചിട്ടുള്ളൂ എന്നും തങ്ങൾ എല്ലാവരും ചേർന്നാണ് രോഗിയെ ആംബുലൻസിലേക്ക് കയറ്റിയതെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗിക്ക് ഓരോ മിനിറ്റും ജീവന്റെ വിലയാണ്. ആ സമയമാണ് പ്രതിഷേധത്തിലൂടെ നഷ്ടമായത്. കോൺഗ്രസ് പ്രവർത്തകർ ഇതിന് മറുപടി പറയേണ്ടി വരും. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഗുരുതര സാഹചര്യങ്ങളിൽ ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. ആ ജീവന്റെ വില അറിയാതെ പോയ ഒരു പ്രതിഷേധമായി പോയി, ഔചിത്യമില്ലാത്തൊരു പ്രതിഷേധമായി പോയി അവിടെ നടന്നത്. ഏതായാലും നടപടി ഉണ്ടാകുമെന്നാണ് മന്ത്രി പറയുന്നത്. ഇപ്പോൾ വരുന്നൊരു വാർത്ത. CPIക്ക് ആദ്യമായി വനിതാ ജില്ലാ സെക്രട്ടറി സുമലത മോഹനെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. CPI സംസ്ഥാന കൗൺസിൽ അംഗവും മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാണ്. ശ്രീജിത്ത് ശ്രീകുമാരുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, കമ്മിറ്റികളിൽ ഒപ്പം തെരഞ്ഞെടുപ്പിലൊക്കെ വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുന്നുണ്ടെങ്കിലും ആദ്യമായി ജില്ലാ നേതൃത്വത്തിലേക്ക് ഒരു വനിത എത്തുകയാണല്ലേ? തീർച്ചയായും അത് വാക്കുകളിൽ മാത്രം പറഞ്ഞാൽ പോരാ. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രത്തിൽ ആദ്യമെന്ന് നമുക്ക് നിസ്സംശയം പറയാം. വനിതാ സെക്രട്ടറി അവരെ അനുമോദിക്കുകയാണ്. സുമലത മോഹൻദാസ് മലമ്പുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് നിലവിൽ. മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അവരെ പാർട്ടി പ്രവർത്തകർ പ്രതിനിധി സഖാക്കൾ അഭിവാദ്യം ചെയ്യുന്ന കാഴ്ചയാണ് ഈ ഒരു ഘട്ടത്തിൽ കാണുന്നത്. മുതിർന്ന നേതാക്കളൊക്കെ പങ്കെടുത്ത സമ്മേളനത്തിൽ ഐക്യകണ്ഠേനയാണ് ഇത്തരത്തിൽ വനിതാ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിലവിൽ സംസ്ഥാന കൗൺസിൽ അംഗമാണ്. അവരുടെ ഒരു പ്രതികരണം കൂടി ഈ ഒരു ഘട്ടത്തിൽ അവരുടെ ഒരു പ്രതികരണം നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ തേടുന്നുണ്ട്. എന്തായാലും പ്രതിനിധി സഖാക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവർ അല്പസമയം മുൻപ് സംസാരിച്ചിരുന്നു. എന്തായാലും അവർ മലമ്പുഴ സ്വദേശിയാണ്. അവരുടെ പ്രതികരണം. ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ സംഘടന കേരള മഹിളാ സംഘം എന്ന സംഘടനയിലൂടെയാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിൽ വളർന്നു വന്നത്. ആ എല്ലാ വനിതകൾക്കും വേണ്ടി ഈ ഒരു അംഗീകാരം അത് സമർപ്പിക്കുകയാണ്. തീർച്ചയായും കേരളത്തിലെ കേരള മഹിളാ സംഘം എന്ന പ്രസ്ഥാനത്തിന് അതിനെ നയിച്ച് ഈ ജില്ലയിൽ ആ സംഘടന ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോയി. തീർച്ചയായും അത് ഏറെ കരുത്തോടു കൂടി
ഇനിയുള്ള നാളുകളിൽ ഏറെ കരുത്തോടുകൂടി ഈ പ്രസ്ഥാനത്തിനെ മുന്നോട്ട് നയിക്കാൻ എൻ്റെ പാർട്ടി സഖാക്കളും അതൊന്നുമില്ല. ഇനി ഈ സമ്മേളനം അത് എല്ലാ സഖാക്കൾക്കും വലിയൊരു കരുത്താർജിക്കുന്ന ഒരു സമ്മേളനമാണ്. ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടിയാണ് ഈ ജില്ലയിൽ ബ്രാഞ്ച്, ലോക്കൽ, മണ്ഡലം, ജില്ലാ സമ്മേളനം വരെ പൂർത്തിയാക്കി ഈ സമ്മേളനം മുന്നോട്ട് നയിച്ചത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒരു വനിതാ സെക്രട്ടറി ഇതുവരെ ഉണ്ടായിട്ടില്ല. അതാണ് ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിനോട് ഏറെ നന്ദി പറയുന്നു എന്ന് സമാന്തരമായിട്ട് പ്രവർത്തനം നടത്തുന്ന ആളുകളൊക്കെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വലിയൊരു ദൗത്യം ഓക്കെ, തീർച്ചയായും മുന്നോട്ട് പോകും. ഒന്നുമില്ല. ഓക്കെ, ഞാൻ നന്ദി മാത്രം പറയുന്നു. പാർട്ടി എന്ന് പറയുന്നത്, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് എല്ലാവർക്കും, ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും നമ്മൾ ചേർത്ത് നിർത്തും തീർച്ചയായും. പിന്നെ വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും. പാലക്കാട് നിന്ന് CPI ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ്. വനിതാ പ്രാതിനിധ്യം എന്ന പ്രഖ്യാപനത്തിൽ ഒതുക്കുകയല്ല മറ്റ് സംഘടനകളെ പോലെ. അതിനപ്പുറത്തേക്ക് അവരുടെ സംഘടനാ രംഗത്ത് തന്നെ ജില്ലാ നേതൃത്വത്തിലേക്ക് തന്നെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി തന്നെ വനിതയെ എത്തിച്ചുകൊണ്ടാണ് CPI ഒരു പുതിയ തുടക്കം കുറിക്കുന്നത്. സുമൃത മോഹൻദാസാണ് അങ്ങനെ CPI പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മൾ പത്തനംതിട്ടയിലേക്കാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തേവലക്കരയിലെ മിഥുന്റെ മരണത്തിന് ശേഷം 24 നടത്തുന്ന അന്വേഷണ പരമ്പരയിൽ പലയിടങ്ങളിൽ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ അപകടക്കെണികളാവുന്ന, അനാസ്ഥയുടെ ബാക്കി പത്രങ്ങളാവുന്ന പല അപകട സാഹചര്യങ്ങളെപ്പറ്റിയും നമ്മൾ വാർത്തകൾ പങ്കുവച്ചിരുന്നു. ഇന്ന് പത്തനംതിട്ടയിൽ കോന്നിയിൽ അങ്കണവാടിക്ക് സമീപം ചെരിഞ്ഞു വീഴാറായ വൈദ്യുതി പോസ്റ്റ് കയറുകൊണ്ട് കെട്ടി നിർത്തി KSEB എന്ന റിപ്പോർട്ട് വരുന്നു. ചിറ്റൂർമുക്ക് കോട്ടപ്പാറ റോഡിലാണ് അപകട നിലയിലായ വൈദ്യുതി പോസ്റ്റ് ഉള്ളത്. പരാതി പറഞ്ഞ് മടുത്തെന്നും നാട്ടുകാർ പറയുകയാണ്. വിജയശങ്കർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോന്നി ചിറ്റൂർമുക്ക് കോട്ടപ്പാറ റോഡിലാണ് ഇത്തരത്തിൽ അപകടാവസ്ഥയിൽ പോസ്റ്റ് നിൽക്കുന്നത്. മെയ് 29-നാണ് ഈ പോസ്റ്റ് ഇത്തരത്തിൽ ചെരിയുന്നത്. അന്ന് തന്നെ KSEB ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. പക്ഷേ പിന്നീട് ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കിയില്ല. 2 ആഴ്ച മുമ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും നാട്ടുകാരുടെ നിരന്തര അഭ്യർത്ഥന മാനിച്ച് ഒരു പ്ലാസ്റ്റിക് കയറുകൊണ്ട് ഈ പോസ്റ്റ് കെട്ടിവെക്കുകയുമാണ് നിലവിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഒരു ഭീകരത. അടിഭാഗമൊക്കെ ഇളകി ഏത് നിമിഷവും വീഴാവുന്ന ഒരു അവസ്ഥയിലാണ് ഈ പോസ്റ്റ്. ആ പോസ്റ്റിന് മുകളിലാണ് ഒരു 2 ആഴ്ച മുമ്പ് ഒരു പ്രഹസനം എന്ന നിലയിൽ പ്ലാസ്റ്റിക് കയർ വെച്ച് കെട്ടി ഉദ്യോഗസ്ഥർ നിലവിൽ മടങ്ങിയിരിക്കുന്നത്. ഈ കയറിന് ഒരുപക്ഷെ ഈ പോസ്റ്റിന്റെ വെയിറ്റ് ഒക്കെ താങ്ങാനുള്ള ശേഷി ഉണ്ടാകുമെന്നൊരു സംശയം അതുപോലെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ഈ ചിറ്റൂർ അങ്കനവാടിയൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത് ഈ പോസ്റ്റിന് സമീപത്ത് തന്നെയാണ്. കുട്ടികൾ ഉൾപ്പെടെ ഇവിടെയുണ്ട്. അവരൊക്കെ ചിലപ്പോൾ ഓടിക്കളിക്കുമ്പോഴൊക്കെയാണ് ഈ പോസ്റ്റ് ഒരുപക്ഷെ വീഴുന്നതെങ്കിൽ അത് വലിയൊരു അപകടത്തിലേക്ക് വഴിമാറുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ അപകടം ഉണ്ടാകുമ്പോൾ പരസ്പരം പഴി ചാരുന്നതാണ് ഉദ്യോഗസ്ഥരുടെ ഒരു ട്രെൻഡ്. അങ്ങനെ പഴി ചാരാൻ വേണ്ടിയാണോ ഇങ്ങനെയൊക്കെ ഈ കോന്നിയിലെ ഇലക്ട്രിസിറ്റി KSEB ജീവനക്കാർ ശ്രമിക്കുന്നതെന്നാണ് നമുക്ക് ഉണ്ടാകുന്ന സംശയം. എന്തായാലും നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. ചേട്ടാ, നമ്മളിത് നിരന്തരമായിട്ട് ആവശ്യപ്പെട്ട ഒരു വിഷയമല്ല ഈ പോസ്റ്റ് മാറ്റണം എന്നുള്ളതൊക്കെ. ഒരു നടപടി ഉണ്ടായില്ല, കയറിയിട്ട് മാത്രമാണ് ചെയ്തത്. അല്ല, ഏകദേശം ഇത് മെയ് 29-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരു മരം ഒടിഞ്ഞു വീണ് ഈ ലൈനിങ്ങിന് ചരിയുകയും ഏകദേശം 3 ദിവസം ഈ കറണ്ട് ഇല്ലാതെയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നിരന്തരം നാട്ടുകാരെല്ലാം വിളിച്ച് സംസാരിപ്പിച്ചപ്പോൾ അവർ വന്നിട്ട് ഈ മരം വെട്ടി മാറ്റിയിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കയറിട്ടിട്ട് അടുത്ത വീട് താമസമുള്ള ഒരു തെങ്ങിൻ്റെ മുകളിലേക്ക് അത് പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. ആ തെങ്ങും ഏകദേശം ഒടിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ്. ആ വീട്ടുകാർ പറഞ്ഞതാണ് അങ്ങനെ കെട്ടരുത്, ഷോക്ക് അടിക്കും. അങ്ങനെ നേരത്തെ അങ്ങനെ ഒരു പശു അവിടെ മരിക്കുകയൊക്കെ ഉണ്ടായ സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്നേരം ഇപ്പോഴും അവർ അത് വന്ന് കെട്ടി അങ്ങനെ നിർത്തിയിട്ട് പോവുകയാണ്. പിന്നെ ആരും വന്നിട്ടില്ല. അതുപോലെ പഞ്ചായത്തിൻ്റെ ആൾക്കാരോ ഇവിടെ ഒരു മരണമൊക്കെ ഉണ്ടായപ്പോൾ ഏകദേശം ഒത്തിരി പേര് വരികയും കാണുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല. ആ കടയുടെ പുറകിലായിട്ട് അവർക്ക് ഇതിന് സ്റ്റേ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് വിരയില്ലാതെ കിടക്കുന്നതാണ്. ഞങ്ങൾക്ക് എന്നായാലും ഇവിടെ ഒരു വിര വെച്ചേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് അതൊക്കത്തില്ല. ഇടിയറമ്പിലോട്ട് മാറ്റി നിങ്ങൾ അതേന്ന് അങ്ങനെ തന്നെ വെച്ച് കെട്ടുക. പാറപ്പൊടി ഞാൻ തരാം, സിമെൻറ്റും എടുത്തത് കെട്ടാമെന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തർ പറഞ്ഞ് അങ്ങനെ ഒരുപാട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒക്കത്തില്ലെന്ന് പറഞ്ഞതാണ്. പണ്ട് ഒരെണ്ണം ഇതുപോലെ കെട്ടി വെച്ചിരുന്ന എൻ്റെ ഒരു പശു എത്തു. പിന്നെ അത് അഴിച്ചു മാറ്റാൻ ചെന്ന് പറഞ്ഞപ്പം അവർക്ക് 3500 രൂപ കെട്ടി വെക്കണമെന്ന് പറഞ്ഞു. ക്യാമറമാൻ സഞ്ജയ് ബാലനൊപ്പം വിജയശങ്കർ, 24 പത്തനംതിട്ട. 1.5 മാസത്തിലേറെയായി ആ പോസ്റ്റ് അങ്ങനെ ചെരിഞ്ഞിട്ട്. അതിനിടയിലാണ് തേവലക്കരയിൽ മിഥുൻ എന്നൊരു കുട്ടിയുടെ 13 വയസ്സുകാരൻ്റെ ജീവൻ നഷ്ടമായത്. ഇതുപോലൊരു അനാസ്ഥയിൽ എന്നിട്ടും അങ്ങനെ ദുർബലമായൊരു കയറിൽ ദുർബലമായൊരു തെങ്ങിലേക്ക് ആ പോസ്റ്റ് പിടിച്ച് കെട്ടിവെക്കാൻ തോന്നിയ ആ KSEB ഉദ്യോഗസ്ഥരുടെ ധൈര്യം അത് അപാരമാണ്. മനുഷ്യരുടെ ജീവൻ വെച്ചാണ് കളിക്കുന്നത്. ഏതായാലും ഉടനടി നടപടി ഉണ്ടാവട്ടെ.
എറണാകുളം വടുതലയിൽ അയൽവാസി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ മധ്യവയസ്കൻ മരിച്ചു. വടുതല സ്വദേശി ക്രിസ്റ്റഫറാണ് മരിച്ചത്. ക്രിസ്റ്റഫറിന്റെ ഭാര്യ മേരിക്കുട്ടി ചികിത്സയിലാണ്. റാഫി കരീം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. റാഫി, ഈ ആക്രമണം നടത്തിയ യുവാവ് അതിനുശേഷം ജീവനൊടുക്കിയിരുന്നു. ഇപ്പോൾ ക്രിസ്റ്റഫറിനും ജീവൻ നഷ്ടമാകുന്നു അല്ലേ? തീർച്ചയായും വെള്ളിയാഴ്ച നടന്ന ആക്രമണത്തിലാണ് ക്രിസ്റ്റഫറിന് സാരമായി പരിക്കേറ്റ് ചികിത്സയെ കഴിഞ്ഞിരുന്നത്. ക്രിസ്റ്റഫറിന് 50% പൊള്ളലേറ്റിരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ക്രിസ്റ്റഫർ ചികിത്സയിൽ കഴിഞ്ഞിരുന്നത്. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന ക്രിസ്റ്റഫർ വൈകിട്ട് 5 മണിയോടുകൂടിയാണ് മരണത്തിന് കീഴടങ്ങിയത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിയായ അതേ ദിവസം തന്നെ വീട്ടിൽ തൂങ്ങി മരിച്ചിരുന്നു. അയൽവാസിയായ വ്യക്തിയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമായിരുന്നു ഇത്തരത്തിലേക്കൊരു ആക്രമണത്തിലേക്ക് നയിച്ചത്. ഇയാൾ രാത്രി 8 മണിയോടുകൂടി ക്രിസ്റ്റഫറും ഭാര്യ മേരിക്കുട്ടിയും സഞ്ചരിച്ചിരുന്ന ബൈക്ക് തടഞ്ഞു നിർത്തി ഇരുവരുടെയും ശരീരത്തിലേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ക്രിസ്റ്റഫറിന്റെ വീട്ടിൽ CCTV സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് പിന്നീട് ഇത്തരത്തിലൊരു ആക്രമണത്തിൽ കലാശിച്ചത്. ക്രിസ്റ്റഫറിന്റെ നെഞ്ചിലും ഒപ്പം തന്നെ കാൽ തുടയിലുമായിരുന്നു പൊള്ളലേറ്റിരുന്നത്. ക്രിസ്റ്റഫറിന്റെ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനവും ഈ ആക്രമണത്തിൽ ഈ പൊള്ളലേറ്റതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായിരുന്നു. ഇത് തന്നെയാണ് മരണകാരണം എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ക്രിസ്റ്റഫറിന്റെ മൃതദേഹം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിൽ അല്പസമയത്തിനകം വ്യക്തത വരും. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ പ്രതിയായ വ്യക്തി ആത്മഹത്യ ചെയ്ത സാഹചര്യത്തിൽ മറ്റ് അന്വേഷണങ്ങളിലേക്ക് പോലീസ് കടക്കുന്നുമുണ്ട്. ശരി, റാഫി കരീമാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. യാത്രക്കാർക്ക് ഭീഷണിയായി കൊച്ചി നഗരത്തിൽ റോഡുകളിലെ കേബിളുകൾ. തുടർച്ചയായ അപകടങ്ങൾ സംഭവിക്കുമ്പോഴും കേബിളുകൾ നീക്കാൻ ഒരു നടപടിയുമില്ലെന്നാണ് എടുത്തു പറയേണ്ടത്. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും കൊച്ചി കോർപ്പറേഷന് അനക്കമില്ല. അപകടങ്ങൾ നിത്യസംഭവമാകുമ്പോഴും കോടതി ഇടപെട്ടിട്ടും കൊച്ചിയിലെ കേബിൾ കുരുക്ക് കഴിയുന്നില്ല. ഇരുചക്ര വാഹനക്കാരുടെ ജീവൻ അപഹരിക്കാൻ കഴിയുന്ന തരത്തിൽ കൊച്ചിയുടെ നിരത്തുകളിൽ കേബിൾ കെണികൾ കാത്തിരിക്കുകയാണ്. കൊച്ചിയിലെ നിരത്തുകളിലേക്ക് വാഹനങ്ങളുമായി ഇറങ്ങുന്ന ഇരുചക്ര വാഹന യാത്രക്കാർ വാഹനങ്ങളെയും റോഡിലെ കുഴിയെയും മാത്രം ഭയപ്പെട്ടാൽ പോരാ. റോഡിന്റെ വശങ്ങളിൽ അപകടക്കെണിയൊരുക്കി തൂങ്ങിയാടുന്ന ഈ കേബിളുകളെയും ശ്രദ്ധിക്കണം. കാരണം തട്ടി വീഴാൻ ഈ തൂങ്ങിയാടുന്ന ഒരു കേബിൾ ധാരാളം മതി. ഇവിടെ പല സ്ഥലത്തും അപകടം ഉണ്ടായിരുന്നു. ജംഗ്ഷനിലൊക്കെ അപകടം കൂടുതലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കേബിളും പല വണ്ടി വന്ന് പൊട്ടി താഴ്ത്തു വീഴും. ഞങ്ങളെടുത്ത് പോസ്റ്റിലേക്ക് ചുറ്റുമോ. പിന്നെ ഇതുവരെ തന്നെ പൊട്ടി. ഈ കഴിഞ്ഞിടക്ക് കമ്പി പൊട്ടിയതാണ്. നിരത്തിൽ നിന്ന് 4 മീറ്റർ ഉയരത്തിൽ കേബിളുകൾ സ്ഥാപിക്കണമെന്നാണ് നിർദ്ദേശം. 4 മീറ്ററിൽ താഴെയുള്ള കേബിളുകൾ നീക്കം ചെയ്യാൻ 2 വർഷം മുമ്പ് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ആ കോടതി ഉത്തരവ് നടപ്പായില്ല. നമുക്കറിയാം, ഇന്ന് കേബിൾ കുരുക്കിൽ നിരവധി ആളുകളുടെ ജീവൻ പൊലിയുന്നു, നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്നു, കാൽനടക്കാർക്ക് ഭീഷണിയാകുന്നു, 2 വീലർ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു, വലിയ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ അതുമ്പോൾ തട്ടി അത് ഭീഷണിയാകുന്നു, പോസ്റ്റുകൾ വീഴുന്നു. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് നാളിതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ആളുകൾ കേബിൾ കുരുക്കിൽ തന്നെയാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ഏറ്റവും വലിയ അപകടമാണ്. ജീവന് ഭീഷണിയായിട്ടിരിക്കുന്ന പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ട് പോലും ഇതുവരെ അത് പ്രാവർത്തികമാക്കിയിട്ടില്ല. CSML-ഉം കോർപ്പറേഷനും ചേർന്ന് കേബിളുകൾ ഡെക്ക് ചെയ്യുന്നതിൽ പദ്ധതി തയ്യാറാക്കിയിരുന്നു. എന്നാൽ നാളിതുവരെ കേബിളുകൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായില്ല. പരാതികളും പരാതി പരിഹാരവും അവഗണിച്ച് കാത്തിരിക്കുകയാണ് സർക്കാർ സംവിധാനങ്ങൾ. കൊച്ചിയിലെ റോഡുകളിലെ കേബിൾ കെണിയിൽപ്പെട്ട് ഒരു ജീവൻ കൂടി പൊലിഞ്ഞതിനു ശേഷം കണ്ണു തുറക്കാൻ. ക്യാമറ പേഴ്സൺ വിനോദിനും പ്രണവിനുമൊപ്പം റാഫി കരീം, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ CPIM-ന്റെ ഒരു പ്രസ്താവന, CPIM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന വരുന്നുണ്ട്. അത് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണങ്ങളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിദ്വേഷകരമായ പ്രസ്താവനകളിലെ തള്ളിക്കൊണ്ടുള്ളൊരു പ്രതികരണമാണ് വരുന്നത്. കേരളത്തിൻ്റെ മതനിരപേക്ഷ സംസ്കാരത്തിന് പോറലേൽപ്പിക്കുന്ന ഇടപെടലുകൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നാണ് പറയുന്നത്. ഒപ്പം അതുപോലെ CPM മത സംഘടനകൾ അല്ലെങ്കിൽ സാമുദായിക സംഘടനകൾ അവരുടെ അഭിപ്രായം കേൾക്കുന്നത് എന്തുകൊണ്ടെന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ വെള്ളാപ്പള്ളി നടേശൻ്റെ പേരെടുത്ത് പറയാതെയാണ് ഈ വിമർശനം. മതങ്ങളുടെ സാരം ഏകമാണെന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDP മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിനുള്ള നിലപാടുകൾ സ്വീകരിച്ചാണ് മുന്നോട്ട് പോവേണ്ടത് എന്നുകൂടി ഈ പ്രസ്താവനയിൽ CPIM സൂചിപ്പിക്കുന്നു.
ഈ കേബിൾ കുരുക്കിൽ ആളുകളുടെ ജീവൻ പൊടിഞ്ഞതും പലർക്കും ഗുരുതരമായ അപകടം പറ്റിയതുമായ സംഭവങ്ങൾ കഴിഞ്ഞ കാലയളവിൽ പലയിടത്തും ഉണ്ടായതാണ്. അങ്ങനെ കോടതി ഇടപെടലൊക്കെ ഉണ്ടായതാണ്. ഇപ്പോൾ വരുന്നൊരു വാർത്തയും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പത്തനംതിട്ട കീഴ്വായ്പൂർ തമരമുക്കിൽ കേബിൾ കഴുത്തിൽ കുരുങ്ങി സ്കൂട്ടർ യാത്രികർക്ക് പരുക്ക്. 24-കാരിയായ അഖില, അമ്മ ശ്രീലേഖ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. പോസ്റ്റിൽ കെട്ടിവെച്ചിരുന്ന കേബിൾ താഴേക്ക് വീഴുകയായിരുന്നു. AV ജയശങ്കറുണ്ട് വിശദാംശങ്ങളുമായി. ജയശങ്കർ, ഇവരുടെ പരുക്ക് ഗുരുതരമാണോ? ആരുടെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ ആരുടെ കേബിളാണ് ഈ മറ്റ് ഏതെങ്കിലും ഏജൻസികളുടെ ആണോ അതോ KSEBയുടെ ആണോ എന്നത് വ്യക്തത വന്നോ? അതായത് ഗോകുൽ, ഈ കീഴ്വായ്പൂർ സമരമുക്കിലാണ് ഇത്തരത്തിൽ വൈകിട്ടോടുകൂടി അപകടമുണ്ടാകുന്നത്. ഈ കേബിൾ കഴുത്തിൽ കുരുങ്ങി സ്കൂട്ടർ യാത്രികർക്കാണ് പരിക്ക് സംഭവിച്ചിരിക്കുന്നത്. അഖില, അമ്മ ശ്രീലഗ എന്നിവർക്കാണ് അപകടത്തിൽ പരിക്ക് പറ്റിയത്. ഇവർ ബൈക്കിൽ പോകുന്നതിനിടയിൽ ഈ അഖിലയുടെ കഴുത്തിലേക്ക് കേബിള് കുരുങ്ങുകയായിരുന്നു. അങ്ങനെ ബൈക്കിന്റെ നിയന്ത്രണം വിട്ടാണ് ഇത്തരത്തിലൊരു അപകടം എന്തായാലും സംഭവിച്ചിരിക്കുന്നത്. ഇവരെ മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിലവിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നത് മാത്രമാണ് ആശ്വാസം പകരുന്ന കാര്യം. ഈ കേബിൾ ടിവിയുടെയും മറ്റും കേബിളുകളാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടാക്കിയതെന്നാണ് മനസ്സിലാക്കുന്നത്. പോസ്റ്റിൽ കെട്ടിവെച്ച കേബിൾ താഴേക്ക് വീണ അഖിലയുടെ കഴുത്തിൽ കുരുങ്ങുകയായിരുന്നു ഗോകുൽ. ശരി, AV ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത്. അല്പം മുമ്പ് സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ്. വിദ്വേഷ പരാമർശത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വിമർശിച്ച് CPIM. മതനിരപേക്ഷ സംസ്കാരത്തിന് പോറലേൽപ്പിക്കുന്ന ഇടപെടലുകൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും ജാഗ്രത പാലിക്കണം. മതവൈരം ഉണ്ടാക്കുന്ന തരത്തിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കരുതെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ശ്രീജിത്തുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഈ പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസ് നേതാക്കളിലൊക്കെ ആരോപണം വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ആവർത്തിക്കുന്നതിന്റെ പിൻബലം മുഖ്യമന്ത്രി എന്നതായിരുന്നു. ആ ഘട്ടത്തിൽ കൂടിയാണ് മന്ത്രിമാരടക്കം വെള്ളാപ്പള്ളിയെ പ്രശംസിച്ച ദിവസം തന്നെ ഈ CPIMന്റെ പ്രസ്താവന വരുന്നത്. ഗോകുൽ, ഇന്ന് കോട്ടയത്താണ് SNDP യോഗത്തിന് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയത്. ആ പരാമർശം നടത്തി ഏതാണ്ട് 24 മണിക്കൂർ പിന്നിടുമ്പോഴാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇതിനോട് പ്രതികരിക്കുന്നത്. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ വെള്ളാപ്പള്ളി നടേശന്റെ വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ CPIM നിലപാടെടുക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രിയാണ് വെള്ളാപ്പള്ളിക്ക് പിൻബലം അല്ലെങ്കിൽ മുൻകാലത്തും ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തിയപ്പോൾ അതിൽ നിയമ നടപടികളിലേക്ക് പോയില്ല എന്ന് അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത്. ഇന്ന് ആ വേദിയിൽ തന്നെ VN വാസവൻ മന്ത്രി വെള്ളാപ്പള്ളിയെ പ്രശംസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ കൂടി ഘട്ടത്തിൽ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ ഈ CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന പുറത്തു വരുന്നത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. 7 വർഷത്തോളമായി തകർന്നു കിടക്കുകയാണ് വയനാട് പനമരം പഞ്ചായത്ത് കുണ്ടാല അട്ടച്ചിറ ഉന്നതി റോഡ്. പ്രദേശത്തെ 100-ലധികം വീട്ടുകാർക്ക് ഏക ആശ്രയമായ റോഡായിട്ടും നന്നാക്കാൻ നടപടിയില്ലാത്തത് പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ്. 1 കിലോമീറ്ററോളം വരുന്ന റോഡിന്റെ 300 മീറ്ററോളം ഭാഗം പാടെ തകർന്നു കിടക്കുകയാണ്. പനമരം പഞ്ചായത്തിലെ കുണ്ടാല അട്ടച്ചിറ ഉന്നതിയിലേക്കുള്ള റോഡിലൂടെയുള്ള യാത്ര അല്പം സാഹസികത നിറഞ്ഞതാണ്. തകർന്ന് തരിപ്പണമായി ഈ റോഡ് കിടക്കാൻ തുടങ്ങിയിട്ട് 7 വർഷം. ഒരു ഇടപെടലും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. എത്ര പറഞ്ഞാലും അനുസരിക്കുന്നില്ല. ഇപ്പോൾ ആ മേൽ തന്നെ ഒരു ചെറിയ റോഡ് പണി എടുത്തിട്ട് ഒരുവിധം മെമ്പർക്ക്, ഒരുവിധം രാഷ്ട്രീയ പാർട്ടിക്ക്, ഒരുവിധം ഉദ്യോഗസ്ഥന്മാർക്ക് ആ റോഡ് കംപ്ലീറ്റ് വെള്ളം കെട്ടിയിട്ട് നടക്കാൻ പറ്റാതെ. കഴിഞ്ഞ ദിവസം കിടപ്പ് രോഗിയായ ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യമാണിത്. കാരണം ഈ റോഡിലൂടെ വാഹനങ്ങൾ എത്താൻ മടിക്കും. കുറേ ആൾക്കാരെല്ലാം വന്ന് അങ്ങനെ താങ്ങിപ്പിടിച്ച് ഞങ്ങൾ ഇവിടുത്തെ ഒക്കെ കണ്ണും കാണില്ല രാത്രിയായാലും. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോയിട്ട് വരിക. അങ്ങനെ ഇവരെല്ലാം കൊണ്ടുപോയി രാത്രി 1:30 മണിക്കാണ് ഇത് ഇവിടെ വന്ന്. അതുവരെ ഞങ്ങൾ വർക്ക് കഴിഞ്ഞ് നിൽക്കാം. കുഴികൾ നിറഞ്ഞും ചെളി കെട്ടിയതുമായ റോഡിൽ ഇരുചക്ര വാഹനങ്ങൾ കുഴികളിൽ വീണ് ആളുകൾക്ക് പരിക്കേൽക്കുന്നത് പതിവ്. 5 കുന്ന്, 6 മൈൽ തുടങ്ങിയ പ്രധാന പ്രദേശങ്ങളിലേക്ക് ഈ നാട്ടുകാർക്കെത്താനുള്ള ഏക റോഡാണിത്. ഓട്ടോറിക്ഷയും ടാക്സിയും വരാൻ മടിക്കുന്ന ഇവിടേക്ക് നിത്യോപയോഗ സാധനങ്ങളെല്ലാം തലച്ചുമടായാണ് എത്തിക്കുന്നത്. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ റോഡ് 10 വർഷമായി ടാറിങ് ചെയ്തിട്ട് അതിൽ 7 വർഷമായി റോഡ് ഇങ്ങനെ ആയി കിടക്കുന്നു. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം മെമ്പറേയും ഗ്രാമസഭയിലും ഊരുകൂട്ടത്തിലും എല്ലാം ഞങ്ങൾ സംസാരിച്ച് ഇപ്പോൾ ഞങ്ങളോട് പറയുന്നത് ഫണ്ട് പാസ്സാക്കിയിട്ടുണ്ട് എന്നാണ്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റോഡ് ഈ ഭാഗത്തുള്ളവരാരും അവർക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ടില്ല എന്നാണ്. ഈ റോഡിന് ഇതിന് വേണ്ടിയിട്ട് ഒരാളും ഞങ്ങളോട് ഒന്നും സഹകരിക്കണമില്ല. ഈ റോഡ് പറ്റ അവഗണിച്ചിട്ടിരിക്കുകയാണ്.
വാർഡിലെ മറ്റെല്ലാ റോഡുകളും നന്നാക്കിയിട്ടും അടിയന്തരമായി ശരിയാക്കേണ്ട അപകടാവസ്ഥയിലുള്ള റോഡിനെ അവഗണിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. പിന്നെ ഇവിടെ ഇനി കോൺക്രീറ്റ് മാത്രമേ ഇവിടെ പറ്റൂ, കാരണം ഇവിടെ ടാറിങ് പറ്റില്ല. കാരണം ടാറിങ് ഇവിടെ നിലനിൽക്കുന്നില്ല. ഇത് നാട്ടുകാരെല്ലാം കൂടെ കൂടിയിട്ടാണ് ഇത്രയും കാലമെങ്കിലും ചില്ലറ മേക്കപ്പ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം അതിലും വലിയ ദാരുണമായിട്ട് ഈ റോഡ് കിടക്കുകയാണ്. ഈ ദുരവസ്ഥ തുടരുന്നതിനാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് നാട്ടുകാരുടെ മുന്നറിയിപ്പ്. 2023-24 വർഷക്കാലയളവിൽ റോഡ് നവീകരണത്തിന് 3 ലക്ഷം രൂപ ഫണ്ട് വകയിരുത്തിയതായും ടെൻഡർ നടപടിയടക്കം പൂർത്തീകരിച്ചതായും വാർഡ് മെമ്പർ വ്യക്തമാക്കി. LSTD ഓഫീസിൽ നിന്നുള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ് പദ്ധതി നീളാൻ കാരണമെന്നും വാർഡ് മെമ്പർ പ്രതികരിച്ചു. പറഞ്ഞു അടുത്തതിന്റെ രോഷമുണ്ട് ഈ നാട്ടുകാർക്ക്. ഒരിക്കലും ശരിയാകാത്ത ഒരു റോഡ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതിൽ കാണാമെന്നുള്ള മുന്നറിയിപ്പ് ഈ നാട്ടുകാർ അധികാരികൾക്ക് മുമ്പാകെ വയ്ക്കുന്നുമുണ്ട്. സജിൽ ഗുരുവായൂരിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ഇതോടെ പൊതുജനം കഴുതയല്ല സാർ പൂർണ്ണമാകുന്നു. ഇനി 24 റൗണ്ട് അപ്പിന്റെ സമയം. പ്രജിൻ സി കണ്ണനെത്തും. നമസ്കാരം.